എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമത്ര വലിയ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമത്ര വലിയ നാമം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം, യേശുവിന്റെ നാമത്തിൽ അതിശയം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം, യേശുവിന്റെ നാമത്തിൽ അതിശയം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. എല്ലാ നാളിലും നാം ആശ്രയം വെച്ചിടുവാൻ യേശുവിന്റെ നാമം അതിശയ നാമം. എല്ലാ നാളിലും നാം ആശ്രയം വെച്ചിടുവാൻ യേശുവിന്റെ നാമം അതിശയ നാമം. യേശുവിന്റെ നാമത്തിൽ രക്ഷ, യേശുവിന്റെ നാമത്തിൽ ശക്തി, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ സമാധാനം, യേശുവിന്റെ നാമത്തിൽ രക്ഷ, യേശുവിന്റെ നാമത്തിൽ ശക്തി, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ സമാധാനം. എല്ലാ നാളിലും നാം ഘോഷിച്ചിടുവാനായി യേശുവിന്റെ നാമമത്ര ഉന്നത നാമം. എല്ലാ നാളിലും നാം ഘോഷിച്ചിടുവാനായി യേശുവിന്റെ നാമമത്ര ഉന്നത നാമം. യേശുവിന്റെ നാമത്തിൽ ഘോഷം, യേശുവിന്റെ നാമത്തിൽ ആനന്ദം, യേശുവിന്റെ നാമത്തിൽ ആശ്രയം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം, യേശുവിന്റെ നാമത്തിൽ ഘോഷം, യേശുവിന്റെ നാമത്തിൽ ആനന്ദം, യേശുവിന്റെ നാമത്തിൽ ആശ്രയം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമത്ര വലിയ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമത്ര വലിയ നാമം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം, യേശുവിന്റെ നാമത്തിൽ അതിശയം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം, യേശുവിന്റെ നാമത്തിൽ അതിശയം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. അവനാരിലും
മോടെ പേരെന്താ? അനു. മോടെ വീട് എവിടെയാ? റാന്നി. മോക്ക് എന്ത് സംഭവിച്ചായിരുന്നു? എന്നിട്ട് മോക്ക് എന്ത് സംഭവിച്ചായിരുന്നു? കാലുകൾക്ക് ബലക്കുറവുണ്ടായിരുന്നു. എത്ര വർഷമായി, എത്ര മാസമായി കിടപ്പായിട്ട്? 3 വർഷമായിട്ട് കിടപ്പിലായിരുന്നു. എല്ലാവരും കാര്യം എത്തിപ്പിടിച്ച് സ്തുതിച്ച് മോള് സ്തുതിച്ച്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ അധികാര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നടുവിനെ നട്ടലിനെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ. നട്ടല്ല സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അധികാര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നട്ടലിന്റെ വിവേകം ബിസിനസ് സൗഖ്യമാകട്ടെ. കാല് ബലം പ്രാപിക്കട്ടെ. ദൈവ ശക്തിയുടെ ശരീരത്തിന് കടന്നുപോകട്ടെ. ഉള്ള സൗഖ്യം പ്രാപിക്കട്ടെ. ഓർപ്പിച്ചു വിട്ടിരിക്കുക. കാലെടുത്ത് വെച്ച് നടന്നേ. ധൈര്യം എടുത്ത് വെച്ച് ധൈര്യത്തോടെ നടന്ന യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിൽ എനിക്കോ ഏറെ നാളുകളായിട്ട് ഈ കാലിന് വിറകലുണ്ടായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. വയ്യാതെ കടന്നു 1 മാസം ആസ്പത്രിയിലാണ്. ഒരു കാല് കുത്തത്തില്ല, ബാത്റൂമിൽ പോകാൻ നിവൃത്തിയില്ല. 2 കാലും തളർന്ന അവസ്ഥയിലായിരുന്നു. ഒരു കാലം ഈ എളി മുതൽ ഇങ്ങനെ ബലമുണ്ട്. യേശു കൈയടിച്ചു നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി യേശുവിനെ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യവർഗത്തിനു വേണ്ടി സഹിച്ച, മനുഷ്യവർഗത്തിനു വേണ്ടി പീഡ ഏറ്റുവാങ്ങിയ, മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ച, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശു
യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് നിനക്കും യേശു നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശു എനിക്കും നിങ്ങൾക്കായിട്ട് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നിത്യജീവനാണ്. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് തന്നു. എന്തിനാണെന്നറിയാമോ? ഈ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ടുകൊണ്ട് നിത്യജീവൻ നമ്മൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. എന്നെയും നിങ്ങളെയും നിത്യജീവനിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കരമടിച്ചൊന്ന് സ്തുതിച്ച് ശക്തമായി. അത് മനുഷ്യവർഗം പാപത്തിന്റെ അടിമത്തത്തില് അവൻ നശിച്ചപ്പോൾ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, ആത്മനാശത്തിലേക്ക് പോയ മനുഷ്യവർഗത്തെ മോചിപ്പിക്കുവാനായി പിതാവായ ദൈവം തന്റെ ഏകജാതനെ അയച്ചു. ഏകജാതനായ യേശു ക്രിസ്തു. ഈ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? വന്നതിന്റെ ലക്ഷ്യമെന്താണ്? യേശു എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു? അതേക്കുറിച്ച് അല്പം നമ്മൾ കേൾക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തില് 5-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ലോകത്തിൽ അനേകം മതസ്ഥാപകരുണ്ട്, അനേകം മതങ്ങൾ സ്ഥാപിച്ച വ്യക്തികളുണ്ട്. അവരാരും അവകാശപ്പെടുന്നില്ല ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ വന്നത് പാപം ഏറ്റെടുക്കാനാണെന്ന്. ഒരുത്തരും അവകാശപ്പെട്ടിട്ടില്ല. പറ്റില്ല അവർക്ക്. കാരണം അവർ ദൈവങ്ങൾ അല്ല. ഈ ലോകത്ത് എല്ലാ മതസ്ഥാപകരുടെ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ലൂക്ക 24:5 പറയുന്നു: ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അതാരുടെ കല്ലറയാ? ഒച്ചത്തിന്ന് പറഞ്ഞേ, കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ അടയ്ക്കാതെ കിടക്കുന്ന ഒരേ ഒരു കല്ലറ യേശുവിന്റെ കല്ലറ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്ങാനും മുടങ്ങുന്ന യേശുവിന്റെ കല്ലറ. അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്നു. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു: ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോക പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണിവൻ. ലോകത്തിന്റെ പാപങ്ങൾ സഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാണ്. അവന്റെ പേരെന്താണ്? ഒച്ചത്തിൽ പറഞ്ഞേ, യേശു. ഒച്ചത്തിൽ പറഞ്ഞ കരമേത്ത് പിടിച്ച് യേശു. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: ഒരു തളർവാദ രോഗിയെ ഏതാനും പേര് ചേർന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. യേശു വചനം വെച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ അനേകം ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുക. ഈ രോഗിയെ യേശുവിന് മുൻപിൽ എത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ വീടിന്റെ മേൽക്കൂര പിടിച്ച് ആ വ്യക്തിയെ യേശുവിന്റെ മുൻപിലേക്ക് ഇറക്കി. യേശു അവനോട് ആദ്യം പറയുന്നത് എന്താണ്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ദൈവം അയച്ച ഏകജാതനായ യേശു ക്രിസ്തുവിന് മാത്രമേ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളൂ. കാരണം അവനാണ് പാപപരിഹാര ബലിയായിട്ട് തീർന്നത്. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ കർത്താവിനെ? ഓരാ ശക്തമായി.
വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നീ യോഗ്യനാണ് പുസ്തകത്തിന്റെ ചുരുളഴിക്കാൻ, നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെട്ടു. ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നീ യോഗ്യനാണ്, നീ വധിക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ജനതകളിലും സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലും സകല ജാതികളിൽ നിന്നുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. വെളിപാട് 5:9 പറയുന്ന വചനമാണിത്. നീ യോഗ്യനാണ്. കാരണം നീ നിന്റെ രക്തം നൽകിക്കൊണ്ട് സകല ജനതകളിലും സകല ഭാഷകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലെ ദൈവത്തിനു വേണ്ടി അവൻ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത ഇന്ന് അവൻ അനുഭവിക്കുന്നത് അവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് തന്നെ. ഞാൻ പോയിട്ട് സഹായകനെ അയക്കും. അവൻ യേശുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും പൂർണ്ണ യോഗ്യതയിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതെ പാപത്തിൽ വീഴാതെ നിന്നെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ക്രിസ്തുവിനുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയാണ്. തളർവാതിരോട് പറയുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കമെടുത്തുകൊണ്ട് നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പിക്കുക. ഹല്ലേലൂയ. യേശു എന്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അവൻ പാപപരിഹാര ബലിയായി തീർന്നു. ദൈവസന്നിധിയില് നമുക്കൊരു മധ്യസ്ഥനുണ്ട്. അതാരാ? ഒച്ചത്തിൽ പറഞ്ഞേ. എനിക്കും നിങ്ങൾക്കുമായിട്ട് സ്വർഗത്തിലൊരു മധ്യസ്ഥനുണ്ട്, യേശു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സത്യമറിയണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. യേശു പ്രകാരം അവകാശപ്പെടുകയാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 10:9 പറയുക, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിലൂടെ മാത്രമേ ആത്മരക്ഷയുള്ളൂ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? നിനക്ക് ദൈവത്തിന്റെ മുൻപിലെത്തണമെങ്കിൽ, പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയൂ. യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു ഇപ്രകാരം പറയാ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെ അല്ലാതെ ഒറ്റ വ്യക്തികൾ പോലും പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരത്തില്ല. ഞാനാണ് വഴി, ഞാനാണ് മാർഗം, ഞാനാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തില് ഇപ്രകാരം പറയുകയാണ്, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള മഹാസന്തോഷവാർത്ത, വലിയ സത്വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശു ഏകരക്ഷകൻ, യേശു സൗഖ്യനായകൻ, യേശു പാപമോചകൻ. അവനിലൂടെ അല്ലാതെ രക്ഷയില്ല. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ശക്തമായിട്ട് കരമ ഉയർത്തിയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ ഉള്ളവരെ, ഉള്ളവരെ സ്തുതിച്ചവർ ശക്തമായി. ഒന്ന് കൊരിന്തോസ് 15:26 പറയുന്നു,
മരണമെന്ന അവസാന ശത്രുവും തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തെ യേശു തോൽപ്പിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ. ഈ ധ്യാന ദിവസങ്ങളിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കണ്ടു അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നത്. കണ്ടോ? കണ്ടവരുന്ന കരം വീശി കാണിച്ച്. തളർവാദ രോഗികൾ നടന്നു വരുന്ന കണ്ടവരുന്ന കരം വീശി കാണിച്ച്. ഹല്ലേലൂയ. ബെൽറ്റൂരി മാറ്റുന്നത് നിങ്ങൾ കണ്ടോ? ഇവിടെ അത്ഭുതങ്ങൾ ചെയ്തത്, സൗഖ്യങ്ങൾ ചെയ്തത് യേശുവാ. യേശുവാ നിങ്ങളെ തൊട്ടത്, യേശുവാ നിങ്ങൾക്ക് സൗഖ്യം നൽകിയത്. സൗഖ്യദായകൻ യേശു, എല്ലാ മഹത്വവും യേശുവിന്. ഹല്ലേലൂയ. ഇവിടെ അത്ഭുതങ്ങൾ ചെയ്തതും സൗഖ്യം നൽകിയതും തളർവാദ രോഗികളെ ഇവിടേക്ക് കൊണ്ടുവന്നതും ഒക്കെ യേശുവാണ്. എല്ലാ മഹത്വവും യേശുവിന്. ഞാൻ ഇത് പറഞ്ഞത് യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമാണിത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അതിന്റെ ശക്തമായ തെളിവ് ഇവിടെ തീരാവ്യാധികൾ നിറഞ്ഞവർ സൗഖ്യം പ്രാപിച്ച് ഈ അൾത്താരയിൽ കയറി വന്നത്. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞുവെങ്കിൽ ഉറച്ചു വിശ്വസിക്കുക, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു. Jesus is real. Jesus is real. അവൻ യഥാർത്ഥ ദൈവം. അവൻ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. യേശു ഒച്ചത്തിൽ പറഞ്ഞ യേശു അത്ഭുതങ്ങളുടെ ദൈവം. കരമെത്തി പിടിച്ചെന്ന് പറയാമോ? യേശു അത്ഭുതങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു. ഒരു മാറ്റവും അവന് സംഭവിച്ചിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും യേശു ഇന്നിവിടെ ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ നിങ്ങൾ കണ്ടു അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത്ഭുത രോഗശാന്തികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ കാലം അവസാനിച്ചിട്ടില്ല. അടയാളങ്ങളുടെ കാലം അവസാനിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഉറപ്പാ സൗഖ്യം പ്രാപിക്കും. കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ ദൈവമാണ്. അതുകൊണ്ട് സൗഖ്യം നടക്കും, നടന്നേ പറ്റൂ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തില് നാം ഇപ്രകാരം വായിക്കുകയാണ്. 15-ാം അധ്യായത്തില് 29 വെച്ചവിടെ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീല കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി. അവനവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കരമുയർത്തി മഹത്വപ്പെടുത്താമോ? എല്ലാവരും സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കോ. എല്ലാ മഹത്വം യേശുവിന്, എല്ലാ സ്തുതിയും യേശുവിന്, എല്ലാ ആരാധനയും യേശുവിന്. എല്ലാവരും യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. യേശുവേ എന്ന് വിളിച്ച് യേശുവേ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു പ്രത്യക്ഷനായത്. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ആദി മനുഷ്യനെ വഞ്ചിച്ച, ആദി മാതാപിതാക്കളെ വഞ്ചിച്ച സാത്താന്റെ പ്രവൃത്തികളെ, മനുഷ്യവർഗത്തെ നിരന്തരം പാപത്തിൽ വീഴിക്കുന്ന സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ലൂക്ക 4:36. എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ. അവൻ അധികാരത്തോടെ ശക്തിയോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്.
രോഗികളിൽ നിന്ന് അവൻ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, രോഗികൾ സൗഖ്യമായി. മത്തായി 8:16 അവൻ വചനം അയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സൗഖ്യമാക്കി. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സൗഖ്യമാക്കി. സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 16:20 പറയുന്നു, ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ എല്ലാവരും ഈ വചനം പറഞ്ഞേ, ഉടൻ തന്നെ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം പറയുന്നു, സാത്താൻ ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്കാ 10:19 പറയുന്നു, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തികളുടെ മേലും ചവിട്ടി നടക്കുവാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തൊടത്തില്ല, നിന്നെ ഉപദ്രവിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ തകർത്ത യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. പുനരുദ്ധാനം ചെയ്തവൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തൊടത്തില്ല, തൊടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളനബദ്ധമാക്കി. ഇവിടെ ആധിപത്യങ്ങളും അധികാരങ്ങളും എന്ന് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് അന്ധകാര ശക്തിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചുമാണ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചു. ഹല്ലേലൂയ. സാത്താനെയും അവന്റെ ശക്തിയെയും യേശു തകർത്ത് കളഞ്ഞു. ദൈവമക്കൾ സാത്താനെ പേടിക്കണ്ട, തിന്മയുടെ ശക്തിയെ പേടിക്കണ്ട. ഒരു തിന്മയുടെ ശക്തിയും ഒരു സാത്താന്റെ ശക്തിയും നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. പിന്നെ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഗലാത്യ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളും പാപങ്ങളും അവർ ചെയ്ത തിന്മയുടെ ഏതെങ്കിലും ഫലങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു വഴി അതിന് മോചനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേല് ലോകമിട്ടിരിക്കുന്ന സാത്താനിട്ടിരിക്കുന്ന പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലൂടെ കടന്നു വന്ന ഏതെങ്കിലും ശാപത്തിന്റെ ബന്ധനമുണ്ടെങ്കിൽ അത് യേശു തകർത്ത് കഴിഞ്ഞിരിക്കുക. നീ ശാപത്തിന്റെ അടിമത്തത്തിലല്ല, ശാപത്തിൽ നിന്ന് ക്രിസ്തു നിന്നെ മോചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തുതിച്ചേ. നീ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാ. നിനക്ക് മോചനം നൽകുവാൻ വേണ്ടി യേശു കൊടുത്തത് യേശുവിന്റെ സ്വന്തം രക്തമാണ്. ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും സാത്താന്റെ അടിമത്തത്തിൽ യേശു നിന്നെ മോചിപ്പിച്ചത് യേശു തന്റെ രക്തം കൊടുത്തുകൊണ്ടാണ്. ഹല്ലേലൂയ. നീ ശാപത്തിന്റെ കീഴിൽ അല്ല, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, നീ കൃപയുടെ കീഴിലാ. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മകനാ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മകളാ. ഒരു ശാപത്തിന്റെ ശക്തിയും നിന്നെ തൊടത്തില്ല. നീ ക്രിസ്തുവിന്റെ കൂടെ നടന്നാൽ മതി. ഹല്ലേലൂയ. ശാപത്തിന്റെ ശക്തിയുടെ മീതെ ചവിട്ടി നടക്കുവാൻ യേശു നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ക്രിസ്തുവിന്റെ
രാജത്വത്തിലും പൗരോഹിത്യത്തിലും നീ പങ്കുപറ്റിയവനാണ്. മാമോദീസ എന്ന കുദാശയിലൂടെ നീ ക്രിസ്തുവിനോട് ചേർന്ന വ്യക്തിയാണ്. നീ ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 2:9 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്. You are a chosen people. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, റോയൽ പ്രീസ്റ്റ്, പുരോഹിത വംശം, വിശുദ്ധ ജനത, ഹോളി നേഷൻ. ദൈവത്തിന്റെ സ്വന്തം ജനം, ഗോഡ്സ് ഓഫ് പീപ്പിൾ. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാ. നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സാത്താന്റെ മേലും ലോകത്തിന്റെ മേലും ചവിട്ടി നടക്കാൻ നിന്റെ മേൽ യേശു അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം, നിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നിന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. 53:5 ഇങ്ങനെ പറയുന്നു, അവന്റെ മേലുള്ള ശിക്ഷ നിനക്ക് രക്ഷയായിട്ട് മാറി. യേശു നിനക്ക് പകരക്കാരനായിട്ട് മാറി. നിന്റെ പാപത്തിന്, അകൃത്യങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. ഹല്ലേലൂയ. അവന്റെ ക്ഷതങ്ങളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ ക്ഷതങ്ങളാൽ നിനക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 53:12 ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ വഹിച്ചു, നമുക്ക് വേണ്ടി അവൻ പിതാവിന്റെ മുൻപിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. പാപമേറ്റെടുത്തവൻ, അവന്റെ അടിപ്പിടലിനാൽ സൗഖ്യമുണ്ട്, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുക. നമ്മുടെ അകൃത്യങ്ങളും തിന്മകളും അവൻ വഹിച്ചു, നമ്മുടെ ശാപങ്ങൾ അവൻ ഏറ്റെടുത്തു. ഇതെല്ലാം ചെയ്ത യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യജീവൻ. യേശു പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഞാനാണ് ആദിയും അന്ത്യവും. ആദിയും അന്ത്യവും ഞാൻ തന്നെ. വെളിപാട് 5:5 കരയാതിരിക്കൂ, യൂദാ ഗോത്രത്തിന്റെ സിംഹം, യൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. നീ കരയാതിരിക്കൂ, യൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരാണ് യൂദാ ഗോത്രത്തിന്റെ സിംഹം? യൂദാ ഗോത്രത്തിൽ ജനിച്ച യേശു. യൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതിയുടെ ഗോത്രത്തിൽ യേശു ജനിച്ചു. ലോകത്തിന്റെ രക്ഷകൻ പിറന്നു, സകല ജനത്തെയും രക്ഷിക്കാൻ. സകലരും ദൈവത്തിന്റെ രക്ഷ കാണും ക്രിസ്തുവിലൂടെ. ആരേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നു അവർക്ക് നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട്. ആര് യേശുവിനെ വിളിക്കുന്നുവോ അവർ ലജ്ജിക്കേണ്ടി വരത്തില്ല. റോമ 10:11. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ അവൻ രക്ഷ പ്രാപിക്കും. റോമ 10:9, 10, 11 വചനങ്ങളാണ്. 11ാമത്തെ വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരത്തില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. യേശുവിനെ ആര് വിളിച്ചപേക്ഷിക്കുന്നു അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും, സൗഖ്യം പ്രാപിക്കും. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ യേശു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 2:12 പറയുന്നു, ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവത്തിന് മുഖനോട്ടമില്ല. ദൈവപുത്രനായ ക്രിസ്തുവിന് മുഖനോട്ടമില്ല. നീ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഹിന്ദുവോ മുസൽമാനോ സിഖുകാരനോ കറുത്തവനോ വെളുത്തവനോ പട്ടികജാതിക്കാരനോ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും
ക്രിസ്തു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. ഹല്ലേലൂയ. ക്രിസ്തു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്. കൊളോസ്യോസ് 1:26, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിചാരണയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. നീ ഏതു ജാതിയില്, ഏത് മതത്തില്, ഏത് വർഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും തിരിച്ചറിയുക, ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനുള്ള മാത്രം രക്ഷ, യേശു ക്രിസ്തുവിനുള്ള മാത്രം മോചനം, യേശു ക്രിസ്തുവിനുള്ള മാത്രം സകല അനുഗ്രഹങ്ങളും, അബ്രാഹത്തിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും ദൈവം ഇന്ന് നൽകുന്നത് ക്രിസ്തുവിലൂടെയാ. ആര് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവോ അവരെ എല്ലാവരെയും പിതാവായ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ആ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ അവർക്ക് ക്രിസ്തുവിന്റെ കൂടെ ഇടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടും, സകലരും അനുഗ്രഹിക്കപ്പെടും. അവന് മുഖം നോട്ടമില്ല, അവന് ജാതി നോട്ടമില്ല, അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശുവിന്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. നീ ഏതവസ്ഥയുള്ള വ്യക്തിയാണെങ്കിലും യേശുവിന്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമുണ്ട്. അവന്റെ നാമത്തെ നീ ഒന്ന് വിളിച്ചുകൊള്ളുക. ആ നാമം നിന്നെ രക്ഷിക്കും. എല്ലാ മുടങ്കാലും മടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗം തുറന്ന പിതാവ് അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കും. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം യേശു ക്രിസ്തുവാണ്. ഇവിടെ രക്ഷയ്ക്ക്, മോചനത്തിന്, അനുഗ്രഹത്തിന്, സൗഖ്യത്തിന് ഒറ്റ നാമം യേശു. ഒച്ചത്തിൽ വിളിക്കാമോ? കരമെത്തി പിടിച്ച് യേശുവേ, ആവർത്തിച്ച് വിളിച്ച് യേശുവേ. അനുഗ്രഹനാമം യേശുവിന്റെ നാമം. യേശുവേ, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്ങാലും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ജനത്തിന് മേൽ സാധാരണ സകല ചങ്ങലകളും തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ സൗഖ്യമാവട്ടെ. ക്യാൻസറും ട്യൂമറും എയ്ഡ്സും സൗഖ്യമാവട്ടെ. അൻഷറും അലർജിയും സൗഖ്യമാവട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തളരാത്ത രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. പ്രാപിക്കട്ടെ. വർഷങ്ങൾ പരക്കുമെന്ന തലയുടെ വേദന, തലയുടെ ബലവും പവിത്രമാകട്ടെ. തളർവാതിലേക്ക് എഴുന്നേറ്റു നടക്കട്ടെ. യേശുനാമത്തിൽ ആണ്ടവന്റെ അസ്ഥികളും ബലം പ്രാപിക്കട്ടെ. കൈകളും അസ്ഥികളും ബലം പ്രാപിക്കട്ടെ. എൻ്റെ പേര് പ്രീമ. കഴിഞ്ഞ ജനുവരിയിൽ ലാസ്റ്റത്തെ ഞായറാഴ്ച ഇവിടെ ധ്യാനം കൂടാനായിട്ട് വരുമ്പോൾ എൻ്റെ ഈ പുറത്ത് ഒരു തലവണ വെച്ച് കഴിഞ്ഞാൽ എന്തേരം കൂനുണ്ടോ അത്ര പൊങ്ങിയായിരുന്നു കൂന് നിന്നിരുന്നത്. അന്നേരം ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുപോലെ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും എൻ്റെ ഒരു പ്രാർത്ഥന രോഗം കുറയ്ക്കണമെന്നായിരുന്നു. എന്നാൽ ഇവിടെ വന്നു മുതൽ കഴിഞ്ഞപ്പോൾ മുതൽ ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത നിറക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം തീജ്വാലയായി റൂഹായെ വരയണമേ എന്നുള്ള പാട്ട് പാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒരു കാറ്റ് വന്ന് അടിച്ചിട്ട് ശരീരം മുഴുവൻ ചുട്ടുപൊള്ളി
ഞാൻ ഷോക്ക് അടിച്ച പോലെ തെറിച്ച് വീണു. ആ സമയത്ത് എൻ്റെ ഈ പുറത്ത് ഭയങ്കര വേദന വന്നിട്ട് ഈ പുറത്ത് ആരാണ്ട് ഐസ് വെച്ച് തണുപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഭയങ്കര കസേര എണീറ്റ് ഇരുന്നിട്ട് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൂന് നിവർന്ന് ഇപ്പോൾ കൂനൊന്നുമില്ല. പിന്നെ ക്രൈസ്തലം. പിന്നെ എൻ്റെ കൈവിരലുകൾക്ക് ഷേപ്പിലായിരുന്നു, മസിൽ ചുരുങ്ങുന്ന അസുഖമായിരുന്നു 10 വർഷമായിട്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം കൈയുടെ വിരലിൻ്റെ എല്ലാം ഷേപ്പ് വന്നു, അസ്ഥിക്കൊക്കെ ബലമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി ഇടവകയാണ്. വളർന്ന് താമസിക്കുന്നു. ചേച്ചിക്ക് എന്ത് പറ്റിയായിരുന്നു? എനിക്ക് നടുവിന് വേദന, നട്ടലിന് മൊത്തം പുറത്ത് മൊത്തം എനിക്ക് ഈ പിന്നെ ആവി തട്ടി പൊള്ളി പുകച്ചിലാണ് പുറം മൊത്തം. എത്ര വർഷമായി നടുവിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 99 എക്സ്റേ എടുത്തപ്പോൾ അസ്ഥിക്ക് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് 4-5 അസ്ഥി, നമ്മുടെ നട്ടലിന്റെ 4-5 അസ്ഥി ഏറ്റവും കുറവാണ്, 0.9 ഉള്ളൂ. തീർന്നു പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ നട്ടലിന്റെ 4-5 അസ്ഥികള് തേഞ്ഞ് തീർന്നു പോയ അവസ്ഥയിലാണ് ഈ സഹോദരി. എത്ര വർഷമായി? 14 പോയിട്ടുണ്ട്. എത്ര വർഷമായി? 99 മുതലേ മരുന്ന് കഴിക്കുന്ന രോഗിയാണ്. അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് 12 ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാൻ. ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? അത് കട്ട് ചെയ്ത് കളയാൻ, ഓപ്പറേഷൻ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് പറയാമോ? ധ്യാനം കൂടിയതിനു ശേഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ഭൗതികമുണ്ടായിരുന്നു. ഞാൻ നിലത്ത് കിടന്ന് 18 വർഷമായി ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ഇവിടെ വന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ബ്രദറിനെ കാണാനായിട്ട് ഇങ്ങനെ നടന്ന് അവിടെ ചെന്നപ്പോഴാണ് ബ്രദർ അവിടെ നിൽക്കുന്നതുകൊണ്ട്. അപ്പം ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ കച്ചി ചൂട്, പിന്നെ കച്ചി നമ്മളിങ്ങനെ വാരി കൂട്ടിയിട്ട് ചൂട് ഇങ്ങനെ വരുന്ന പോണൊക്കെ ഇങ്ങനെ അപ്പോൾ ബ്രദർ പറഞ്ഞു ചൂട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഭാഗ്യം കിട്ടി. ഈ പോച്ചിൽ എനിക്ക് മാറി പുറത്ത് മൊത്തം നട്ടലിനൊരു കുഴപ്പമില്ല. ഒരു വെയിറ്റും എടുക്കരുത്, കുനിയോ നൂറും ചെയ്യരുത്, കയറ്റവും കയറിലെ അക്കം ഇറങ്ങരുത്, അങ്ങനെ എല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വെയിറ്റ് കൊടുക്കുന്നില്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചേച്ചിക്ക് എന്താ അനുഭവപ്പെടുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനാണെങ്കിൽ ഈ 18-ാം തീയതി മുതൽ മരിച്ചു പോണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്. എന്ത് പറ്റിയായിരുന്നു? 2 ദിവസം വേദനയായിരുന്നു. ഇപ്പൊ വേദന ഉണ്ടോ? കൈ പൊക്കിക്ക് ഒരു കുഴപ്പമില്ല. കാല് മുടക്കി കാണിച്ച് കാല് മുടക്കി കൊടുക്കും, കുഴപ്പമില്ല. കൈയടിച്ച് ഞാൻ മുണ്ടക്കേതിന് എനിക്ക് 4 വർഷമായിട്ട് വയറ്റിൽ ഒരു ആഹാരവും പിടിക്കത്തില്ലായിരുന്നു. രക്തത്തിൽ തൈറോയിഡിന്റെ അളവ് കുറഞ്ഞു പോയിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഹോമിയോയും ആയുർവേദവും അലോപ്പതി എല്ലാം മാറി ചെയ്തു. എന്നിട്ടൊന്നും യാതൊരു കുറവും ഉണ്ടായില്ല. ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ടും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവസാനം എനിക്ക് വയറ്റിലൊന്നും പിടിക്കാതെ എപ്പോഴും വയറ്റിൽ പോയിക്കൊണ്ടിരുന്നു. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രക്തത്തിൽ തൈറോയിഡിന്റെ അളവ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. ഇന്നലെ ഇവിടെ ഇന്നലെ ഞാന്ന് വൈകുന്നേരം വരെ എനിക്ക് ആഹാരമൊന്നും പിടിക്കുന്നില്ല. വയറ്റിൽ ഭയങ്കര അസ്വസ്ഥത, വയറിലുള്ള പൊട്ടൽ, ചീട്ടിൽ എല്ലാം അസ്വസ്ഥതയായിരുന്നു. ഇന്നലെ രാത്രി ആരാധന സമയത്ത് എനിക്ക് വയറ്റിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ വന്നിട്ട് ഇവിടെ വന്ന് തങ്ങി നിന്നു. 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പം 3 പ്രാവശ്യം ഛർദ്ദിക്കാൻ പറ്റുന്നത് പോലെ ഓക്കാനിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് എനിക്ക് ഛർദ്ദിക്കേണ്ടി വരുമോ എന്ന് ഓർക്കുകയും താഴെ വിടുകയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര അനുഭവത്തിന് ശേഷം ഇന്ന് ഭയങ്കര ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ തന്ന ദൈവനെ അനുഗ്രഹിച്ചു. യാതൊരു അസ്വസ്ഥതയില്ലെന്ന് എൻ്റെ പേര് സത്യൻ.
ജില്ലയിലെ തഞ്ചോണി എന്ന ഗ്രാമത്തിൽ താമസിക്കുന്നു. 5 വർഷം മുമ്പ് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണതായിരുന്നു. അങ്ങനെ 1 വർഷം പറ്റേ കിടന്നു. അതിനുശേഷം വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ വീട്ടിലൊരു ധ്യാനം നടക്കുന്നു. ബ്രദറിൻ്റെ ധ്യാനം വന്നു കൂടി. ആ സമയത്ത് ആദ്യത്തെ ദിവസമൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്കും ബ്രദറിൻ്റെ അടുത്ത് ഇരുന്ന് ബ്രദർ എൻ്റെ തലയിലെ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് ആദ്യം ഒരു വലിയ ഭാരം എൻ്റെ തലയിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത്. അതിനുശേഷം എന്തോ ഒരു വൈദ്യുത പ്രവാഹം എൻ്റെ തലയിൽ നിന്നും എൻ്റെ നട്ടലിലൂടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഭാരമില്ലെന്ന് പറഞ്ഞ് മൃദുവായൊരു പഞ്ഞിയുടെ ഒരു അവസ്ഥയായി പെട്ടെന്ന്. എന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലാതായി. അതുപോലെ തന്നെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. വലത് കാലിൻ്റെ ബാക്ക് സൈഡിലെ 2 നെർവിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയിട്ട് കാല് വലിച്ച് നടക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല മാറ്റം കിട്ടി. അതിനുശേഷം വീട്ടിൽ ചെന്ന് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. 7-8 വർഷത്തേക്ക് ഒരു ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത്. അതിന് പ്രത്യേകമായി ഹൈന്ദവ സമുദായത്തിലെ അംഗമാണ്. യേശു അവരെ ഏറ്റെടുത്തു. ഒന്ന് സൗഖ്യം നൽകി. യേശു മഹത്വം. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ ഇടുക്കി ജില്ലയിലെ കാൽവേമൗണ്ട് ഇടവകയിൽ നിന്നുള്ളതാണ്. 3-5 വർഷമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. പ്രത്യേകിച്ച് ജലദോഷം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇവിടെ ഫ്ലൂയിഡ് കയറിയിട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. ടാബ്ലറ്റ്സ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. വരുമ്പോഴൊക്കെ ആവി പിടിക്കും, അതങ്ങ് പോകും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു 15 ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് തലവേദന ഉണ്ടായിരുന്നു. ധ്യാനത്തിന് വന്ന ദിവസം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെയും മിനിയാന്നും ഭയങ്കര തലവേദനയായിരുന്നു. പ്രത്യേകിച്ച് കുനിയുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ എൻ്റെ മുഖത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം ഇന്ന് രാവിലെ വേദന ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനൊരു ടാബ്ലറ്റ് വരെ കഴിച്ചു. ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന അങ്ങ് പോയി. പിന്നെ ഈ ഒരു സൈഡ് എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുത്ത ആ സമയത്ത് എന്തോ ബ്രദർ പറഞ്ഞു, തലയുടെ സൈഡ് മരവിച്ച പോലെയുള്ള ഒരാൾക്ക് ഈശോ സൗഖ്യം നൽകുന്നുണ്ടെന്ന്. ആ സമയം ഞാൻ ദൈവമേ അത് ഞാനാണോ എന്ന് ഞാൻ ചോദിച്ചു പോയി. ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ദൈവത്തോട്. ശരിക്കും ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വളർന്നു വന്നവളാണെങ്കിലും കുറേ നാളെ ഞാനൊരു ധ്യാനം കൂടിയിട്ട് ഞാനൊരു നേഴ്സാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ് ഇപ്പോൾ. പലപ്പോഴും പല ഹൈന്ദവർക്കും സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു, ദൈവമേ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് സൗഖ്യം കുറഞ്ഞു പോകുന്നു എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ഉള്ളൊരുക്കി വിളിക്കാത്തത് കൊണ്ടാണ്, നമുക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ പൊള്ളയായ വിശ്വാസം കൊണ്ടാണ് യേശു വരാത്തതെന്ന്. യേശുവിന്റെ സൗഖ്യം നമ്മൾ എത്രത്തോളം ഉറച്ചു വിളിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കിട്ടും. യേശുവേ നന്ദി, യേശുവേ. ചേട്ടന്റെ പേരെന്താ? സ്ഥലം എവിടെയാ? എന്ത് പറ്റിയായിരുന്നു? കഴിക്കാൻ കൈ ഒരു മറ്റത് വീണതാണ്. വീണ കൈ ഇത്രയേ പൊങ്ങുള്ളായിരുന്നു. കൈ പൊങ്ങുകയല്ലായിരുന്നു. എന്നിട്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വന്നാൽ തിങ്കളാഴ്ച പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ പൊക്കിയടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കൈ പൊങ്ങുള്ളായിരുന്നു. ഇത് പൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം വരുന്നത് ഒരു മിന്നൽ എൻ്റെ ശരീരത്തിൽ മിന്നൽ കടന്നു, ശക്തിയായൊരു മിന്നലിങ് വന്നു. വന്നപ്പോഴത്തേക്ക് എൻ്റെ വയറ്റിൽ ചെറിയ വേദന ഉണ്ട്. ആ വേദന എല്ലാം പരിശയൊക്കെ മാറി എന്നെ വിശർത്ത് തണുക്കുമായിരുന്നു എൻ്റെ ശരീരത്തിൽ. തണുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അന്നേരം കൈ പൊക്കി കഴിക്കാനൊക്കെ എനിക്ക് കൈ ഉയർത്തി കാണിച്ചു. എൻ്റെ പേര് സലോമി. സലോമിക്ക് എന്തിനാ നടുവിന്റെ കണ്ണി അടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കണ്ണിക്ക് തേയ്മാനം, അടുത്ത കണ്ണുകൾ തമ്മിൽ സ്ഥലം തെറ്റി മാറിപ്പോയി. അപ്പോൾ വെയിറ്റ് ഇട്ട് കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. 1 മാസം ഞാൻ വെയിറ്റ് ഇട്ട് കിടന്നു. അതിനുശേഷം ബെൽറ്റ് തന്നു. ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് ഞാൻ എല്ലാ പണികളും ചെയ്തത്. ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇവിടെ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് മുട്ടുകുത്തി നിൽക്കാനോ ഒന്നും എനിക്ക് നിലത്തുനിന്നൊരു സാധനം എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം ഈശോയോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിച്ച് നല്ല കുമ്പസാരവും നടത്തി. അതുപോലെ തന്നെ എനിക്ക് മുട്ടുകുത്തി നിന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഈശോയെ സ്തുതിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സാധിച്ചു. നട്ടലിന് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു?
നട്ടലിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ അവിടെ പ്രത്യേക വേദനകളോ ഒന്നും തോന്നുന്നില്ല. യേശു തൊട്ടോ? എന്താ പേര്? സ്ഥലം? എന്താ സൗഖ്യം കിട്ടി പറഞ്ഞു? ഏത് കാലം ഒടിഞ്ഞത്? എന്നിട്ടോ? 7 സ്ക്രൂ കാലം കിടപ്പുണ്ടായിരുന്നു. അത് ഒന്നും ഡോക്ടർ എടുത്തു. ഇനി 6 കൂടെ കിടപ്പുണ്ടാകാതെ ഡോക്ടർ പറഞ്ഞത് നടക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എനിക്കറിയത്തില്ല, പോയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിന് പോകുമെന്ന് പറഞ്ഞു. ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പോകാതിരിക്കാൻ പറ്റിയല്ല, ഇപ്പം എനിക്ക് അവധിയുള്ള ദിവസമാണ്, ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ ധ്യാനം കൂടിയതിനു ശേഷം എന്താ കാലിന്റെ അനുഭവപ്പെടുന്നത്? പുകച്ചൽ പോലെ ഉണ്ടായിരുന്നു. ഏതാണ്ട് താഴോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. എന്നാണ് ഞാൻ ബ്രദറിന്റെ അടുത്ത് വന്നത്. ഇപ്പോൾ കാലിന് എങ്ങനെയുണ്ട്? കാലിൽ കുഴപ്പമില്ല. കാലോട്ട് മടക്കലെന്ന് പറഞ്ഞു ഡോക്ടർ. മുട്ടുകുത്തി നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയി 8 ദിവസം കുന്തവസ്കാരത്തിന് പള്ളിയിൽ പോയായിരുന്നു. ഇപ്പോൾ മുട്ടുകാൻ പറ്റും. മുട്ടുകുത്തിക്കുന്നത് കാണുന്നത് കൈ മോന്റെ പേരെന്താ? വീട് എവിടെയാ? മോന്റെ ചെവിക്ക് എന്ത് സംഭവിച്ചായിരുന്നു? കേൾവിയില്ലായിരുന്നു. ഏത് ചെവിക്കായിരുന്നു? വലത്തെ ചെവിക്ക് കേൾവിയില്ലായിരുന്നു. ഈ ഇടത്തെ ചെവി നിറച്ചു പിടിച്ചേ. മുരളി, ലില്ലി, ഞങ്ങൾ 3 ആൺമക്കളാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മോന്റെ ചെവിക്ക് എന്താ അനുഭവം ഉണ്ടായെന്ന് പറയാമോ? ചെവി വേർത്തു. എന്നിട്ടോ? ചൂട് അനുഭവപ്പെട്ടു. ചെവി തുറന്നു. ഇപ്പൊ നന്നായിട്ട് കേൾക്കാം. കൈയടിച്ച് നന്ദി പറഞ്ഞേ യേശുവിന്റെ മുഖത്തുള്ള ഹല്ലേലൂയ. ഇതെന്ത് സാധനങ്ങള്? ഇയർഫോണ് കേൾക്കുവാനുള്ള അല്ലേ? മോന്റെ ഏത് ചെവിക്കായിരുന്നു കേൾവി കുറവ്? ഇടത്തെ ചെവി. മൈക്ക് നടിപ്പിച്ചു പിടിക്കാമോ? ഇടത്തെ ചെവിക്ക്. എത്ര വർഷമായിട്ട് കേൾവിയില്ല? 11 വർഷമായിട്ട് കേൾവിയില്ല. നോക്കൂ, 11 വർഷമായിട്ട് കേൾവിയില്ലാതെ ഇത് ഉപയോഗിച്ചിരുന്ന. മോന്റെ പേരെന്താ? ജിനോ. സ്ഥലം എവിടെയാണ്? തലയോല പറമ്പ. മോന്റെ വലത്തെ ചെവി നിറച്ചു പിടിച്ച്. വലത്തെ ചെവി. പപ്പയുടെ പേര് ജോൺ വർഗീസ്. അമ്മയുടെ പേര് മേരി മാത്യു. ഞങ്ങൾ 3 പേര്. എൻ്റെ പേര് ജിനോ ജോൺ. അതായത് അനിയത്തി, മൂത്തത് ചേച്ചി. അനിയത്തിയുടെ പേരെന്ന് പറയാമോ? അനിയത്തിയുടെ പേര് അനു ജോൺ. ഏറ്റവും ഇളയാളുടെ പേര് അനു ജോൺ. കൈയടിച്ചു. എന്തായിരുന്നു സൗഖ്യം കിട്ടിയ പേരെന്താ? അൽഫോൺസ, ആന്ധ്ര. ആന്ധ്ര. എന്താ ചേച്ചിക്ക് സൗഖ്യം കിട്ടിയേ? 96 സൈക്കിൾ പഠിക്കുമ്പോൾ വീണി 3 മാസമാ നടക്കാൻ പറ്റുന്നേന്. എല്ലാവരും എന്നെ കളിയാക്കി ഓടി നടക്കുന്നുണ്ട്. അതിനകത്ത് കാല വീണി ശിക്ഷ തന്നിട്ടുണ്ടെന്ന് കളിയാക്കി. ഏത് കാലിലായിരുന്നു അപകടം പറ്റിയ? വലത്തെ കാലിന്. എന്താ വേദനയായിരുന്നു? വേദന, ഭയങ്കര വേദന. മുട്ടുകൂട്ടാൻ പറ്റുന്നില്ല. ഇപ്പോൾ അഭിഷേക പ്രാർത്ഥന പാട്ട് സമയത്ത് സ്തുതിക്കുമ്പോൾ ആകെ സംതിങ് പോക്കിങ് ലൈക്ക് അത് എനിക്ക് കർത്താവ് തൊട്ടു. വേദനയുണ്ടോ? വേദനയില്ല. ആരാ സൗഖ്യം തന്നത്? മോന്റെ പേരെന്താണ്? ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ. അങ്ങോട്ട് നോക്കി എല്ലാവരും കണ്ടിട്ട് പറഞ്ഞ്. മോനെ എന്ത് പറ്റിയായിരുന്നു? എനിക്ക് നട്ടലിന് വളവുണ്ടായിരുന്നു. ചേച്ചി വയ്ക്കുന്നു പിടിച്ച്. എത്ര വർഷമായിട്ട് മോന് നട്ടലിന് വളവുണ്ട്? 4 വർഷമായിട്ടുണ്ട്. 4 വർഷമായിട്ടുണ്ട്. എവിടെ ചികിത്സ ചെയ്തോണ്ടിരുന്നത്? തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റലിൽ. ഓപ്പറേഷൻ പറഞ്ഞിരുന്നാണോ? ഇല്ല, ഓപ്പറേഷൻ ഇല്ല. അവര് ഗുളിക കൊടുത്തിട്ട് ഇതുവരെ ഒരു കുറവുണ്ടായിരുന്നില്ല. ഈ നട്ടലിന്റെ ഭാഗം വേദനയായിരുന്നു.
എൻ്റെ കഴുത്ത് തൊട്ട് നട്ടിലിൻ്റെ അറ്റം കഴുത്ത് തൊട്ട് ഈ താഴ്ഭാഗം വരെ വേദനയായിരുന്നു. ഇന്നലെ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? മറന്ന് പറഞ്ഞിടാം. എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്നായി വിറയ്ക്കുകയും ശരീരം വിറച്ചു, നന്നായിട്ട് വയർക്കുകയും ചെയ്തു. അത് നട്ടല് വേർത്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മോന്റെ നട്ടല് വേദന ഉണ്ടോ? ഇല്ല. നട്ടല് വളഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല. ആരാ സൗഖ്യം തന്നത്? കൈയടിച്ച് കഥാവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വേദന ഉണ്ടോ? ഇല്ല. കൈയടിച്ച് തട്ടി പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പേര് ജോസ്ന. മോക്കെന്താ സൗഖ്യം കിട്ടി പറഞ്ഞേ? എനിക്കാണെങ്കിൽ നേരത്തെ ഈ ഒരു സൈഡിൽ തന്നെയായിട്ട് വയറുവേദനയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സുമാർ പറഞ്ഞു അപ്പൻഡീസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളാണെങ്കിൽ കോട്ടയത്ത് പിള്ളേരുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചെറുകുടലിന് വേദനയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. 1 മാസം കഴിയുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ നമുക്ക് ധ്യാനത്തിന് വന്നിട്ട് പിന്നെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. മോടെ വിശ്വാസം. അവള് പറഞ്ഞു അമ്മയെ ധ്യാനം കൂടിയിട്ട് ആശുപത്രിയിൽ പോയാൽ മതിയെന്ന്. ഹല്ലേലൂയ. ശക്തമെടുത്ത് കഴിച്ച് എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആരോ വേദന ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നല്ലോ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഞെക്കി ഒന്ന് നോക്കിയപ്പോൾ വേദനയൊന്നും ഇല്ലായിരുന്നു. വേദനയില്ല. ഞെക്കി നോക്കി. വേദന ഉണ്ടോ? ഇല്ല. കൈ അടിച്ച് കെട്ടാൻ പറഞ്ഞു. പേര് ബിജി ജോണ്, പത്തനംതിട്ട ജില്ല കുളത്തൂമൊഴി എന്താ പറയുക കുന്നമേലി എന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. പെടലിയുടെ ഡിസ്ക് അകലുമായിരുന്നു. 5 വർഷമായി. 5 വർഷമായിട്ട് പല ഹോസ്പിറ്റലിലും പോയിരുന്നു. മെഡിക്കൽ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, അലോപ്പതി ചെയ്തുകൊണ്ടിരുന്നപ്പം കഴിഞ്ഞ മാസം ഞാൻ ജൂൺ മാസം തൊട്ട് എനിക്ക് ഭയങ്കരമായ വേദനയായി. ഞാൻ ആയുർവേദത്തിൽ കിഴികുത്തി നോക്കി. അപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇവിടെ ഭയങ്കര മുഴ പോലെ വന്നിട്ട് എനിക്കൊരു കിലോ വെയിറ്റ് പോലും എടുക്കാൻ വയ്യാതെ ഞാൻ വന്നു. അവിടുന്ന് പിന്നെ ഞാൻ ഇവിടെ സെപ്റ്റംബർ ധ്യാനത്തിന് വരാനായിട്ട് വരുമ്പോൾ എൻ്റെ ഏടിന് ഭയങ്കരമായിട്ട് വേദന കാരണം എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പം തിങ്കളാഴ്ച ദിവസം പറഞ്ഞു ഏടുവേദന ഇങ്ങനെ സൈഡിലായിട്ടുള്ളവർക്ക് ആരെല്ലാം ഉണ്ട്. അപ്പം ഞാനോർത്ത് എനിക്കെല്ലാവർക്കും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ അതെൻ്റെ ആയിരുന്നു. എനിക്ക് കാലുകൾ പൂർണ്ണമായിട്ട് അനക്കാനും നടുവിൻ്റെ ആ വിഷമം മാറി. അതുപോലെ ഇന്നലെ ഞാൻ അവിടെ ചാപ്പൽ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു ബ്രദറിനെ കാണുകയും ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പെടലിയുടെ ഡിസ്ക് അകന്നിട്ട് ഇവിടെ നീര് വെക്കുകയാണ്. ഉച്ച തൊട്ട് ഉള്ളങ്കാൽ വരെ നീര് വരുന്നുണ്ടായിരുന്നു. ആ നീര് പൂർണ്ണമായിട്ട് മാറി. ഇപ്പം യാതൊരു പ്രശ്നമില്ല. എനിക്ക് കടലിൽ നല്ലവണ്ണം അനക്കാനും സ്ഥലം എവിടെയാണ്? മോന്റെ മൂക്കിന് എന്ത് സംഭവിച്ചായിരുന്നു? ഒരു 3 ദിവസം മുമ്പ് തലവേദന ഉണ്ടായിരുന്നു. അത് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ചുകൂടി ആശ്വാസം തോന്നുന്നുണ്ട്. മൂക്കിനകത്തില്ല സംഭവം. ശ്വാസം എടുത്ത് ശ്വാസതടസ്സം ഉണ്ടാവാറില്ല, വേദന ഉണ്ടാവാറ്. വേദന മൂക്ക് പിടിച്ചു നോക്കി. ഇല്ല, തുടുപ്പ് വേദന ഒരു കുഴപ്പമില്ല. കൈയടിച്ചു പറഞ്ഞേ ശക്തമായിട്ട് കലമടിച്ചു. മോന്റെ പേരെന്താണ്? എൻ്റെ പേര് ഡൊമിനിക്. ഞാൻ കോട്ടയത്ത് നിന്നായിരുന്നു. മോൻ എന്ത് പറ്റിയായിരുന്നു? എൻ്റെ മൂക്കിന്റെ പാലത്തിന് വളമായിരുന്നു. അപ്പം 3 മാസമായിരുന്നു. ഡോക്ടറെ കണ്ടായിരുന്നു? അപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഒരു ദിവസം മരുന്ന് തരും. പിന്നെ അത് കഴിയുമ്പോഴും പിന്നെയും മരുന്ന് കഴിച്ചു പിന്നെ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കും. ഭയങ്കര ജലദോഷമായിരുന്നു. അപ്പം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. പരീക്ഷയൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ എന്തോ പറഞ്ഞ് വിറയ്ക്കുമായിരുന്നു. മൂക്ക് വേർത്ത് ഈ 2 സൈഡിലും അകത്ത് കിടന്നെന്തോ വിറയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും വളമില്ലാതെ നേരെയായിട്ട് കിട്ടി. നോക്കൂ, മൂക്ക് വിറയ്ക്കുന്നവരാണ്. ഉള്ളിൽ വിറച്ചിട്ട് മൂക്കൊക്കെ വേർത്തു. ഇവിടെ മുഴുവൻ വേർക്കുമായിരുന്നു. ഇവിടെ മുഴുവൻ വേർത്തു. എന്നിട്ട് ഉള്ളിൽ കുലുങ്ങി മൂക്ക് ശരിയായി. ഇപ്പം മൂക്കിന് വളമില്ല. കൈയടിച്ചതെന്ന് പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പേര് സ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ല. ചേച്ചിക്ക് എന്താ സൗഖ്യം കിട്ടിയേ? എനിക്ക് ചെവിക്ക് വലത് സൈഡിലെ ചെവിക്ക് 20 വർഷമായിട്ട് ചെവിയുടെ പാട് പൊട്ടി ഇങ്ങനെ കേൾക്കുന്നില്ലായിരുന്നു. ഈ വലത്തെ ചെവി അടച്ചു പിടിച്ച് മാറ്റിക്കേ. അല്ല ഇടത്തെ ചെവി അടച്ചു പിടിച്ച്
ഇതിനല്ല കേൾവി കിട്ടിയത് വലത്തെ ചെവി. ലിസി, തോമസ്, ത്രസ്യാമ. 10 പേര്. ചെങ്ങളം. കേൾക്കുന്നുണ്ട്. ചെവിയുടെ ഡയഫ്രം പൊട്ടിയ ഈ മകളുടെ ചെവിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ചെവിക്ക് ഡയഫ്രം പൊട്ടിയാൽ കേൾവി കിട്ടുമോ? കർത്താവ് തൊട്ടാലോ? കേൾവി ഉറപ്പ്. കൈയടിച്ച് നന്ദി പറഞ്ഞു. മോന്റെ പേരെന്താ? മോനെന്താണ് സൗഖ്യം കിട്ടിയേ? മൂക്കിന്റെ പാലത്തിനുള്ളതായിരുന്നു. അത് സൗഖ്യം. മൂക്കിന്റെ പാലം വളർന്നുള്ളായിരുന്നു. ആ പ്രാർത്ഥിച്ചപ്പോൾ എന്താ മൂക്കിന് സംഭവിച്ചെന്ന് പറയാമോ? ഒരു ശക്തി വന്ന് മൂക്കിലോട്ട് പതിച്ചു. ഒരു ശക്തി മൂക്കിലോട്ട് പതിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചോടെ? അത്ര എനിക്ക് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. മൂക്കൊന്ന് പറഞ്ഞു. കൈ അടിച്ച് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഷേർലി. സ്ഥലം? ഞാൻ മുണ്ടക്കയത്ത്. എന്താ സൗഖ്യം കിട്ടിയെന്ന് പറയാമോ? എനിക്ക് ഒരു 1.5 വർഷം മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഒരു ട്യൂമറായിരുന്നു ലെഫ്റ്റ് സൈഡ് ഓഫ് ദി അബ്ഡോമൻ. അത് റിമൂവ് ചെയ്തതിന് ശേഷം എനിക്ക് 2 ഫിമോറൽ നെർവ് ഇഞ്ചുറി ഉണ്ടായതിന് ശേഷം എൻ്റെ ഈ ലെഫ്റ്റ് കാല് ഒരു ആക്ച്വലി ആദ്യമേ ഒക്കെ തളർന്ന പോലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറേശ്ശെ ഇമ്പ്രൂവ് ആയിട്ട് പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റത്തില്ല. മുട്ടുകുത്തിയിട്ടില്ല ഇതിനായിട്ട് ആക്ച്വലി ഞാൻ. പിന്നെ ഇന്നലെ ഇവിടെ വന്ന് എന്നോട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബ്രദറാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും. ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ ആയുർവേദമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും എല്ലാം ചെയ്തു. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ധ്യാനിച്ച് കഴിഞ്ഞ ആഴ്ച പോയി ബ്രദർ പറഞ്ഞു നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞ് കാസറ്റും ഒക്കെ തന്നു. അതിന് പ്രകാരമാണ് ഞാനിവിടെ വന്നത്. ചേച്ചിക്ക് ഇപ്പോൾ കാലിൽ എന്താ അനുഭവം എന്ന് പറയാമോ? കാലിനിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുറച്ച് നടന്നു. മുട്ടുകുത്തി നോക്കിയില്ല. പക്ഷേ എങ്കിലും നടപ്പിന് സ്പീഡ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. ബലം കിട്ടുന്നുണ്ട് കാലിൽ. അതെ. ഒന്ന് ഇറങ്ങി നടന്നു കണ്ടു. അച്ഛൻ്റെ പേരെന്താ? മൈക്ക് ധരിപ്പിച്ച് ചോദിക്കാമോ? സ്ഥലം എവിടെയാണ്? അച്ഛൻ എന്താ സൗഖ്യം കിട്ടിയേ? വലത്തെ ചെവിയായിരുന്നോ കേൾവില്ലായിരുന്നു? എത്ര വർഷമായിട്ട് കേൾവില്ല? 30 കൊല്ലമായിട്ട് വലത്തെ ചെവി കേൾക്കലായിരുന്നു. ഇടത്തെ ചെവി നിറച്ചു പിടിച്ചേ. ഇടത്തെ ചെവി, ഈ ചെവി അടച്ചു പിടിച്ചേ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. 30 വർഷമായിട്ട് കേൾവിയില്ലാത്ത കാതാണ് കർത്താവ് തുറന്നത്. കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യ 32:27 ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ വിളിക്കുന്നത്. ആ കർത്താവിന്റെ പേരെന്ന് പറയാമോ? കരമുയർത്തി എന്ന് പറഞ്ഞേ. പേരെന്താ? സിബി, കാഞ്ഞിരപ്പള്ളി വീട്. കാഞ്ഞിരപ്പള്ളി വീട്. സിബിക്ക് എന്താ സൗഖ്യം കിട്ടിയേ? ഇടത്ത് ചെവിക്ക് 3 വർഷമായിട്ട് കേൾക്കത്തില്ലായിരുന്നു. വലത്തെ ചെവി നിറച്ചു പിടിച്ച്. സിബി, സജാ സിബി. 3 പേര്. പെണ്ണ് അലീന, ജോസഫ്, തങ്കമ്മ. ഈ ചെവിയുടെ കേൾവി എങ്ങനെ നഷ്ടപ്പെട്ടത്? 3 വർഷമായി നഷ്ടപ്പെട്ടിട്ട്. അത് അങ്ങനെ പ്രത്യേകിച്ച് അറിയത്തില്ല. ഒരു സമയത്ത് അത് അങ്ങനെ തീരെ കേൾക്കാൻ പറ്റാത്ത രീതിയിലായി. ഇപ്പൊ ഞാൻ പറഞ്ഞെല്ലാം കേട്ടോ? നല്ലപോലെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ക്ലിയർ ആയിട്ട് കേൾക്കാം. വേറെ സൗഖ്യം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്താ പറഞ്ഞു? എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ കാലിൻ്റെ വേദനയാണ്. അടുത്തുകാലിൽ എന്ത് സംഭവിച്ചാൽ? ഒരു ചെറിയൊരു കയ്യാല പോലുള്ള ചാടിയൊക്കെ ഇവിടുത്തെ മുട്ടിൻ്റെ ഡെസ്ക് തിന്നിപ്പോയി.
അതിങ്ങനെ നമ്മളിരിക്കുന്ന സാധാരണ തെന്നി മാറിപ്പോകും. അതങ്ങനെ ഒരു വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും അങ്ങനെ സാധാരണ മാറാറുണ്ട്. അങ്ങനെ തെന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസത്തേക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. പിന്നെ ഈ ബാൻഡേഡ് ചുറ്റുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം മുട്ടിന് അത് ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടപ്പം യേശു എന്താ ചെയ്തത്? കാലിലേക്ക് നല്ല രീതിയിലൊരു ഷോക്ക് അടിക്കുന്നല്ലോ തോന്നി. കാലിലേക്ക് ഷോക്ക് അടിക്കുന്നതിന് പിന്നെ നല്ല രീതിയിൽ ശരീരം വേർത്തു. ഇപ്പോൾ എന്താ കാലം സംഭവിച്ചത്? എനിക്ക് ഇരട്ടി വരവുണ്ട്, നല്ലോണം ചെയ്യും. ചാടി കാണിച്ച് കൈ അടിച്ച് കഥാവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. എന്താ പേരെന്താ? ഷാജൻ. ഷാജിന്റെ സ്ഥലം എവിടെ? തൃശ്ശൂരടുത്ത് കുന്നകുളം. ഷാജിന് എന്താ സൗഖ്യം കിട്ടിയെന്ന് പറയാമോ? എൻ്റെ മേലെ ഫുള്ളായിട്ട് വേദനയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായി, എനിക്ക് വേദന കംപ്ലീറ്റ് മാറി. എന്താ വേദന? എങ്ങനെ? എന്ത് കാരണം എന്താ? അത് മജ്ജയില്ലാണെന്ന് പറയും, മജ്ജ പറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ മകന്റെ അസ്ഥികൾക്കുള്ളിലെ മജ്ജ പറ്റിപ്പോകുന്ന ഒരു അസുഖമാണ്. ട്രീറ്റ്മെന്റ് ഉണ്ടായില്ല? ഡോക്ടർ പ്രത്യേക ട്രീറ്റ്മെന്റിന് ഗുളിക, മറ്റേ വേദനയുടെ ഗുളിക കഴിച്ച് വേദനയുടെ ഗുളിക കഴിക്കുക. വൈദ്യശാസ്ത്രത്തിന് ചികിത്സ ഒന്നുമില്ല ഈ മജ്ജ പറ്റിപ്പോയാൽ ചെയ്യുവാനായിട്ട്. പക്ഷെ ഇന്നലെ ഈ മകൻ വന്നു. ഈ മകനോട് പ്രാർത്ഥിച്ച നിമിഷം തന്നെ വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും വേദന തത്സമയം തന്നെ കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടോ? എല്ലാ വേദന പോയി. നട്ടല് വേദന ഉണ്ടോ? എവിടെ വേദനയില്ല. വേദന എവിടെ പോയി? യേശു ഏറ്റെടുത്തു. യേശു ഏറ്റെടുത്തു. അവന്റെ അടിപ്പിണലിനാൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. കൈയടിച്ചു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണലിനാൽ സൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിണലിനാൽ സൗഖ്യമുണ്ട്. അവനാ